ആമിയുടെ സിദ്ധുവിൻ്റെ ആദ്യത്തെ ബസ് യാത്രയാണ്. അപ്പോൾ ഇവർ പോകുന്നത് കേരളത്തിലെ തന്നെ ഒരു പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കാണ്. കേരളത്തിലെ മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്തുള്ള ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ഇവിടെ പൂജയോ പ്രതിഷ്ഠയോ പ്രത്യേകിച്ച് ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്നാലും പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. 22 ഏക്കറിൽ ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഇവിടെ. ശിവനും വിഷ്ണുവും 2 ആൽത്തറകളിലായിട്ട് എല്ലാവരും ആരാധിച്ചു പോരുന്നു. ഒരുപാട് അഗതികളും അനാഥരും യാചകരും ഒക്കെ എല്ലാവരും അടങ്ങുന്ന ഒരു അഭയകേന്ദ്രം കൂടിയാണിത്. കാളയാണ്, നമ്മൾ കാളയെ തൊട്ട് വന്ദിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, ഒരുപാട് നമ്മൾ വിശ്വസിക്കുന്നു. മണ്ണാണ് മറ്റൊരു പ്രത്യേകത. മണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. കളഭമെന്ന് നമ്മളതിനെ പറയാം. 12 വിളക്കാണ് മറ്റൊരു പ്രത്യേകത. കുടിൽ കെട്ടി ഭജനം പാർക്കുക, അന്നദാനം നടത്തുക, ത്വക്കുരോഗം മാറാൻ 8 കണ്ടം ഉരുളിച്ച നടത്തുക എന്നിവയാണ് പ്രധാന നേർച്ചകൾ. ഓച്ചിറ കളിയാണ് മറ്റൊരു ആഘോഷം. മണ്ണ് പ്രധാനമായി നൽകുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ 8 കണ്ടം ഉരുളിച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണ് ആയുർവേദ മരുന്നുകളെന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ വളരെ ഗുണകരമായ ഒരു മണ്ണാണിതെന്ന് പറയുന്നു. ഇപ്പോൾ ആളുകൾ തന്നെ ഉരുളണമെന്നില്ല, പകരത്തിന് വേറെ ആളുകളും ഈ 8 കണ്ടം ഉരുളിച്ച നടത്തുന്നുണ്ട്. പിന്നെ ഉള്ള കാവാണ് ഇതൊണ്ടിക്കാവെന്നാണ് എല്ലാവരും പറയുന്നത് ഇതിന്. അപ്പോൾ ഈ കാവിലും മഞ്ഞളാണ് കൂടുതൽ പ്രസാദമായി നൽകുന്നത്. കാവ് ഇതുകൊണ്ട് പ്രത്യേകത. ഹനുമാൻ സ്വാമിയും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ പ്രതിഷ്ഠയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു കാടുമുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പൂജയും വഴിപാടുകളും നടത്താറുണ്ട്. കടകളും എല്ലാം ഇവിടെ ഉണ്ട്. ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങളും എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. എല്ലാ ദിവസവും തന്നെ ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരാറുണ്ട്. ഒരുപാട് നേർച്ചകൾ നടത്താറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ആളുകൾ ധ്യാനത്തിനും ഇവിടെ വന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കാറുണ്ട്. കുട്ടികൾക്കും ഈ അമ്പലം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലമാണിത്. ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഓച്ചിറ കാളകെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് കുഞ്ഞു കാള തൊട്ട് വലിയ കാള വരുന്നുണ്ട്. ഏകദേശം ഒരു 200 കാളകളാണ് ഈ സമയത്ത് വരാറുള്ളത്. ഒരുപാട് മാസങ്ങളുടെ ഫലമായിട്ടാണ് ആളുകൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് വളരെ കഷ്ടപ്പാടാണ്. ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയും തന്നെ പൊക്കത്തിൽ ഇവരിങ്ങനെ കാളയുടെ രൂപത്തിൽ കെട്ടിക്കാറുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ കുറഞ്ഞ വാക്കുകളിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ എങ്കിലും ഈ അമ്പലങ്ങളിൽ പോവുക. ഓക്കെ, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.